എത്ര വർഷമായി ഇപ്പോൾ ഇതിങ്ങനെ? ഞാൻ ചെറുപ്പം മുതലുള്ള ചെറുപ്പത്തിൽ 15 വയസ്സിലൊക്കെ മനോരമയിൽ ഫോട്ടം വന്ന വ്യക്തിയാണ്. ഇന്നെന്തിനും തുടങ്ങിയാൽ ഒരുപാട് വർഷങ്ങൾ. എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 10-13 കൊല്ലമായിട്ടുണ്ടാവും. ദേശസ്വരായിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ. 10-40 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? 40 കൊല്ലമൊന്നും അല്ല, 33 കൊല്ലം. ഇതിപ്പോ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലേ? ചിക്കനാണ് കൊടുക്കുന്നത്. എത്ര ചെലവ് വരുന്നുണ്ട്? ചെലവൊന്നും ആരോട് പറയാം. എനിക്ക് ഓരോരോ മുതലാളിമാർ എടുത്ത് വെക്കുന്നതാണ്. അത് പോയിട്ട് ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. ഓരോ മനുഷ്യർക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, അതാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ കൊടുക്കും. എല്ലാവരും ഏത് വണ്ടിക്കാരോട് ചോദിച്ചാൽ എന്നെ പറ്റി പറഞ്ഞു തരും. കോഴിക്കോട് ബീച്ചിൽ അതെ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു രീതി ഒരൊറ്റ ബിസിലടിച്ചാൽ ലോകത്തുള്ള പരുന്തുകളൊക്കെ എന്നെ തേടി വരും. നമ്മളിപ്പോൾ കണ്ടാണ്, ഇവിടെ നേരിട്ട് കണ്ട് ഈ ഒരു അത്ഭുതം. അപ്പോൾ ഇത് ആ ഒരു രീതി ഒന്നൊന്ന് കാണിച്ചു എങ്ങനെ? അത് അള്ളാന്റെ കഴിവാണ്, എൻ്റെ കഴിവൊന്നുമല്ല. അതെ. അതേപോലെ തന്നെ ഇത് ഇത്രയും ഒരു ചാക്ക്, ഏകദേശം ഒരു വലിയ ചാക്ക് നിറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്ത് കഴിഞ്ഞ് സാധനം കഴിഞ്ഞ് അതേ തിരിച്ച് വിസിലടിച്ച് 3 വിസിലടിച്ചാലും പോകണം. ആ പരിസരത്ത് നിൽക്കാൻ പാടില്ല. അതും നമ്മളിപ്പോൾ നേരിട്ട് കണ്ട് അല്ലേ? അപ്പം ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള അതിനൊരു തയക്കാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഏത് മനുഷ്യൻ സ്നേഹിക്കാതെ ജീവിക്കണമെന്ന് ലോകത്തെ പഠിച്ചിട്ടില്ല. അതാണ് ഒക്കെ മനുഷ്യർക്ക് വേണ്ടി ഉപകാരപ്പെട്ട് പഠിച്ചതാണ് ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും. മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത സാധനത്തിനൊന്നും അല്ല ഭൂമിയിലൊക്കെ പഠിച്ചിട്ടില്ല. ഒക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. 40 കൊല്ലമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. 40 കൊല്ലം 33 കൊല്ലം. ഈ 33 എന്തെങ്ങനെ കൊടുക്കാനുള്ളൊരു തോന്നാൻ കാരണം? വിശപ്പ് അറിയുന്നവനക്ക് വിശപ്പിൻ്റെ വില അറിയില്ല. എല്ലാത്തവർക്ക് അറിയില്ല. വിശപ്പ് അറിയുന്നവർക്ക് വിശപ്പിൻ്റെ വില അറിയുള്ളൂ. ശരി. കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സ്വീകരണം എന്തെങ്കിലും തന്നിട്ടുണ്ടേ നമ്മുടെ കോഴിക്കോട്? എനിക്ക് അള്ളാന്റെ സ്വീകരണം മതി, വേറെ ആരും സ്വീകരണം വേണ്ട. അപ്പോൾ ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ കൊടുക്കും? അത് കൊടുക്കും. അത് 3 നേരം ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഞാൻ മരണം വരേണ്ടി ഞാൻ കൊടുത്തിട്ടാ പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് ആരെങ്കിലും? ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ഓരോ കാര്യം ചെയ്തിട്ട് പ്രവൃത്തിയിൽ വരും, തന്നിട്ട് പോകും. ഈറ്റക്കുള്ള ഭക്ഷണത്തിന് എൻ്റെ കുട്ടികളെ പോറ്റാനും പരിപാലിക്കുന്നത് ഈറ്റയ്ക്ക് വേണ്ടിയിട്ട് വരുത്തരും. അതാണ് ഏറ്റവും വലിയ. ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് മാത്രം ഏതൊക്കെ സൈറ്റിൽ വിളിച്ചാൽ ഈറ്റകൾ വരും, എന്നെ തേടി വരും. ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് മാത്രമല്ല ഈറ്റകളെ വിളിച്ച് ഞാൻ വരത്തില്ല. ഓരോ ക്ഷണിക്കണേ അവിടത്തേക്ക് വന്ന് വിളിച്ച് കാണിച്ചു തരും. അതാണ് അള്ളാൻ്റെ കഴിവ്, എൻ്റെ കഴിവൊന്നല്ല കേട്ടോ. ഇന്ന് നമ്മളൊക്കെ ഒരു വറ്റുമണി കാണുകയാണെങ്കിൽ ഒരു വറ്റുമണി കാണാൻ കഴിയുമോ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ? ഇന്നത്തെ സ്ഥിതി എന്താ? ഓവുചാലിൽ കൂടി പോയി നോക്കിയാൽ മതി. ചോറ് വേറെ, ചിക്കൻ വേറെ, ബീഫ് വേറെ, ഇതൊക്കെ രാവിലെ കൊണ്ട് ഒഴിക്കുകയാണ്. ഈ വിശപ്പ് ഒരു കാലഘട്ടത്തിൽ വരാൻ നിൽക്കുകയാണ്. ഈ വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട് പ്രകൃതിയിലൊരു സംഗതി വരാൻ നിൽക്കുന്നുണ്ട്. അത് വിശപ്പ് എന്താണെന്ന് മനുഷ്യന് അറിയിച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവരണം. നമ്മളൊക്കെ ചോറ് അന്നദാനമൊക്കെ നമ്മൾ വേസ്റ്റാക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അള്ളാഹ് കാണിച്ചു കൊടുക്കും. അള്ളാഹിൻ്റെ രൂപത്തിൽ പല പരീക്ഷണങ്ങൾ മനുഷ്യനക്ക് വരും. എന്നിട്ട് മനുഷ്യൻ പഠിക്കില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ് ലോകത്ത് അപകടകാരികളായിട്ട് നിൽക്കുന്നത് അല്ലേ? ഇന്ന് ലോകത്ത് അപകടകാരികളായിട്ടാണ് മനുഷ്യൻ നിൽക്കുന്നത്. ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. ഇതിനില്ല അല്ലെങ്കിൽ പഠിച്ചവനൊക്കെ ഇതിനില്ലേ? അതിലുണ്ടോ ജാതി ഉണ്ടോ, മതമുണ്ടോ, ദൈവമുണ്ടോ? ഇത് കണ്ടിട്ട് പഠിക്കുന്ന മനുഷ്യന് ഇന്ന് ലോകത്ത് ഒരു വൈറസ് വരാണെങ്കിൽ ഇന്ന് ലോകത്ത് മനുഷ്യനൊക്കെല്ലാം മെഡിസിൻ കൊടുത്ത് വിജയിപ്പിക്കുന്നത് ആണോ? ജീവികൾക്ക് അയറ്റോട് കരുണ കാണിക്കാതെ നമ്മൾ നിന്നിട്ട് എന്ത് കാര്യം ഉണ്ടോ? ഇല്ല. പിന്നെ ലോകത്ത് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിശേഷ ബുദ്ധി പുറത്തുനിന്ന് പറയും. ഞാൻ അംഗീകരിക്കില്ല. എന്തുകൊണ്ടെന്ന് വിജയിക്കും? ഇന്നൊരു ലോകത്തൊരു സുനാമി, ഒരു ഭൂചലനം വരുമ്പോൾ പഠിച്ചവനാർക്കാ ഫസ്റ്റ് അറിവ് കൊടുത്തത്? അതെന്ത് മനുഷ്യനക്ക് കൊടുക്കാത്തത് പഠിച്ചവന്? എൻ്റെ ചോദ്യം അതാണ്. എന്താണ് മനുഷ്യന് കൊടുക്കുന്നത്? ഇതൊന്നും ഒരുപാട് ശാസ്ത്രീയന്മാർ ഒരുപാട് പഠിക്കുന്നുണ്ട്. ജീവജന്തുക്കളിൽ നിന്ന് ഓരോ വൈറസിനെ പറ്റിയിട്ടും ലോകത്ത് നടക്കുന്നതിനെ പറ്റിയിട്ടും ഇതിനെക്കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോക്കെ കരുണ കാട്ടിക്കാൻ നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് ഈ എല്ലാ ലോകത്തുള്ളതൊക്കെ. ഒരു എറുമ്പായിക്കോട്ടെ, ഒരു പ്രാണിയായിക്കോട്ടെ, എല്ലാം മനുഷ്യനക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ പഠിച്ചത്. മനുഷ്യനക്ക് ഭൂമിയിൽ ഉപകാരമില്ലാത്തതിനെ പഠിച്ചിട്ടില്ല.
അതാണ് യഥാർത്ഥ സത്യം. എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി ദ്വാരിക്കും. ഒരു വീടിൻ്റെ ഒരു കാര്യത്തിന് പരുക്കം പറഞ്ഞ് കളിക്കുകയാണ്. ദ്വാരിക്കങ്ങളെല്ലാവരും തറവാട്ടിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് എല്ലാം ഇറങ്ങണം. അതാണ് വാടകയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും കയ്യും കാലൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ഒരു തറവാട്ടിൽ നിന്ന് ഇറങ്ങണം. കുടുംബത്തിൽ മക്കൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടല്ലോ. സമാധാനമായിട്ട് എല്ലാവർക്കും റാഹത്തായിട്ട് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേഗം ഒന്ന് ആക്കി കൊടുത്താലേ സമാധാനം ഉണ്ടാവും. കൊടുക്കുന്ന ഒരു സമാധാനം. നമ്മളെ വിശപ്പ് എന്നാലും അടുക്കില്ല. ഇന്നത്തെ കുട്ടിയൊക്കെ അതല്ല. ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ പൊരിനുള്ളിൽ തിന്നാൻ വേണ്ട കുട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര പഴയ ആൾക്കാർക്ക് അതിൽ വരാതെ ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല വിശപ്പ് എന്താണെന്ന്. അതാണ് അള്ളാൻ്റെ സൃഷ്ടികളാണ്. കാക്ക നായ കടിക്കോ?